ഒരു നിമിഷം നിൽക്കൂ. തുലാം രാശിക്കാരെ, ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് യാദൃച്ഛികമല്ല. ഇത് ആകാശം നിങ്ങൾക്കായി അയച്ച ഒരു സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരിവിന്റെ വാതിൽ ഇപ്പോൾ തുറക്കാൻ തുടങ്ങുകയാണ്. ആ വാതിലിന്റെ ഇപ്പുറം നിൽക്കുന്നത് നിങ്ങൾ തന്നെ. അകം മാറാൻ ഭയക്കുന്ന, വേദനയിൽ ഉറങ്ങിക്കിടക്കുന്ന, ഒരു തുടക്കം ആഗ്രഹിക്കുന്ന നിങ്ങൾ. ബന്ധങ്ങൾ. ഈ ഒരു വാക്ക് മതി നിങ്ങളുടെ ഹൃദയം ഒന്ന് കനക്കാൻ, അല്ലേ? ചിലർക്ക് ബന്ധങ്ങൾ ഒരു ആശ്വാസമാണ്, ചിലർക്ക് ഒരു ഭാരം, ചിലർക്ക് ഒരു ചോദ്യചിഹ്നം. എന്നാൽ തുലാം രാശിക്കാർക്ക് ബന്ധങ്ങൾ ഒരു ആത്മാവാണ്. അവർ ജീവിക്കുന്നത് ബന്ധങ്ങൾക്കു വേണ്ടി, ബന്ധങ്ങൾക്കൊപ്പം, ബന്ധങ്ങൾക്കായി. ആ ആഴം മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് ഗ്രഹങ്ങൾ പറയുന്നത് ഇതാണ്. നിങ്ങൾ ഇതുവരെ ഒളിച്ചുവെച്ചിരുന്ന ഒരു രഹസ്യം, ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സത്യം ഇനി മറഞ്ഞിരിക്കില്ല. അത് പുറത്തുവരും. ചിലർക്ക് അത് ആശ്വാസമാകും, ചിലർക്ക് അത് ഒരു ഞെട്ടലാകും. എന്നാൽ ആ നിമിഷം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഇതുപോലെ ആയിരിക്കില്ല. ഇത് ഒരു ശിക്ഷ അല്ല, ഇത് ഒരു ശുദ്ധീകരണമാണ്. ഗ്രഹങ്ങൾ മാറുകയാണ്. ആകാശം ഒരു പുതിയ ചിത്രം വരയ്ക്കുകയാണ്. ആ ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ ഇന്ന് നിൽക്കുന്നത് നിങ്ങളാണ്, തുലാം രാശിക്കാരെ. ഈ കാലം നിങ്ങൾക്ക് ഒരു പരീക്ഷണമാകാം, ഒരു അനുഗ്രഹമാകാം, ഒരു ദൈവിക ദൗത്യമാകാം. എന്നാൽ ഒന്ന് ഉറപ്പാണ്, ഈ കാലം കഴിഞ്ഞ് നിങ്ങൾ പഴയ ആളല്ലാതെ ആകും. ചിലർ ഇപ്പോൾ ഒരു ബന്ധത്തിൽ ആഴത്തിൽ ഉഴലുകയാണ്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ, ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതെ, ഹൃദയം ഒരു ദിശ പറയുകയും ബുദ്ധി മറ്റൊരു ദിശ കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ചിലർക്ക് ഒരു ബന്ധം അവസാനിച്ചതിന്റെ വേദന ഇനിയും ഉള്ളിൽ ഉണ്ട്. ചിലർക്ക് ഒരു പുതിയ ബന്ധം ആരംഭിക്കാൻ ഭയമുണ്ട്. ചിലർ ഒരു ബന്ധം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, ഒരു ഇഴ പൊട്ടുന്നത് തടഞ്ഞു പിടിക്കാൻ ആവതും ശ്രമിക്കുകയാണ്. ഈ മൂന്ന് അവസ്ഥകളിലും ഇന്ന് ഗ്രഹങ്ങൾ ഒരു ഉത്തരം നൽകാൻ ഒരുങ്ങുകയാണ്. തുലാം. ശുക്രന്റെ ആധിപത്യമുള്ള ഈ രാശി ജ്യോതിഷത്തിൽ ബന്ധങ്ങളുടെ, സൗന്ദര്യത്തിന്റെ, സന്തുലനത്തിന്റെ രാശിയാണ്. ഈ രാശിക്കാർ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം ഒഴുക്കുന്ന ആളുകളാണ്. അവർ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. അവർ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി സ്വന്തം വേദന ഉള്ളിൽ ഒതുക്കും. ആ ഒതുക്കിവെക്കൽ, ആ സഹനം, ആ കാത്തിരിപ്പ് ഇനി അധികകാലം നടക്കില്ല. ഗ്രഹങ്ങൾ ഇപ്പോൾ പറയുന്നു, ഇനി നിങ്ങൾ ഉള്ളിൽ ഒതുക്കരുത്. ഇനി ഒരു ശബ്ദം ഉണ്ടാകണം. ആ ശബ്ദം ഉണ്ടാകുന്ന സമയം ഇപ്പോഴാണ്. ഈ ദിവസങ്ങളിൽ ആകാശത്ത് നടക്കുന്ന ഗ്രഹചലനങ്ങൾ ഒരു ഗ്രഹണം പോലെ. ഒരു ജ്വാലയെ ഒരു നിമിഷം ഇരുട്ടിൽ മൂടുകയും പിന്നീട് കൂടുതൽ തെളിഞ്ഞ് ജ്വലിക്കാൻ വിടുകയും ചെയ്യും. ഇപ്പോൾ ആ ഇരുണ്ട നിമിഷത്തിലൂടെ കടന്നുപോകുന്ന നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കൂ. ഈ ഇരുൾ താൽക്കാലികമാണ്. ആ വെളിച്ചം, ആ ജ്വാൽ, അത് നിങ്ങളുടേതാണ്. അത് ആരും കെടുത്തില്ല. ഇനി ഈ ആഴ്ചകളിൽ, ഈ ദിവസങ്ങളിൽ ബന്ധങ്ങളിൽ ഒരു വലിയ തിരിവ് വരാൻ പോകുന്നു. ആ തിരിവ് ഒരു ശാപം പോലെ തോന്നിയേക്കാം, എന്നാൽ അത് ഒരു ദൈവിക ക്രമീകരണമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ദൈവഹസ്തമാണ്. ഇത് അറിഞ്ഞ് ഈ യാത്ര തുടരൂ. ഇനി നമ്മൾ ഒരു നിമിഷം നിൽക്കേണ്ടതുണ്ട്. ഈ അനുഗ്രഹങ്ങൾ, ഈ ദൈവിക സന്ദേശങ്ങൾ, ഈ ജ്യോതിഷ ഊർജം, ഇവ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ ഒരു ദൈവിക ബന്ധം ഉണ്ടാകണം. ഈ നിമിഷം നിങ്ങൾ ആരാധിക്കുന്ന ഇഷ്ടദേവതയുടെ നാമം കമന്റ് ആയി എഴുതൂ. ആ ഒരു പ്രവൃത്തി, ആ ഒരു ഭക്തിയുടെ ആവിഷ്കാരം നിങ്ങളുടെ ചുറ്റും ഒരു ദൈവിക കവചം തീർക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. ആ ഒരു ചെറിയ ആംഗ്യം ഈ ജ്ഞാനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. ആ ആളുകൾ ആരെങ്കിലും ഈ ദൈവിക വാക്കുകൾ കേൾക്കേണ്ടവർ ആകും. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഒരു ബന്ധുവിന്, ഒരു സ്നേഹിതൻ, ഒരു കുടുംബക്കാരൻ. ആ ഷെയർ ചെയ്യൽ ഒരു സേവനമാണ്, ഒരു ദൈവദൂതൻ ആകുന്ന അനുഭവമാണ്. ഇനി ഒരു കാര്യം, ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. ജനനം, ഗ്രഹനില, ദശ, ഭുക്തി ഇവ ഒക്കെ ചേർന്ന് ഒരു ജാതകം ഉരുത്തിരിയുന്നു. ആ ജാതകം ശരിയായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ജീവിതത്തിലെ ഒരു ദിശ വ്യക്തമാകും. ഹോറോസ്കോപ്പ്, വ്യക്തിഗത വായന, വിവാഹ പൊരുത്ത പരിശോധന ഇവ ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും കമന്റ് വിഭാഗത്തിൽ ഉണ്ട്. ഇത് ഒരു ദൈവഹിതം ആണെന്ന് കരുതി അത് ഉപകരിക്കുന്നവർ ഉപയോഗിക്കൂ. ഇനി ഗ്രഹങ്ങളുടെ ഭാഷ കേൾക്കാം. ഗുരു ഭഗവാൻ, ദേവഗുരു ബൃഹസ്പതി ഇപ്പോൾ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ ഊർജം ഒഴുക്കുകയാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരിടത്ത് പതിക്കുമ്പോൾ ആ ഇടം ഒരു ക്ഷേത്രം ആകും. ആ ഊർജം ഒരു ബന്ധങ്ങളുടെ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ആ ഭൂമി ഫലഭൂയിഷ്ടം ആകും. ഗുരു ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഏതൊരു ബന്ധത്തിൽ ഒളിച്ചോടി, ഏതൊരു ബന്ധം ഉപേക്ഷിക്കാൻ ഭയന്നു, ഏതൊരു ബന്ധത്തിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടിയിരുന്നിട്ടും ക്ഷമിക്കാതെ ഇരുന്നു? ഈ ചോദ്യങ്ങൾ ഉള്ളിൽ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട സമയം ഇതാണ്. ഗുരുവിന്റെ ഈ ഊർജം ഒരു ആന്തരിക ജ്ഞാനം നൽകും. ഒരു ബന്ധം ശരിയാണോ തെറ്റാണോ എന്ന് ബുദ്ധി കൊണ്ടല്ല, മനസ്സുകൊണ്ടും അല്ല, ആത്മാവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. ഈ കാലത്ത് ആ ആത്മജ്ഞാനം ഉണർന്നു വരും.
ഏതൊരു ബന്ധം ദൈവഹിതമാണ്, ഏതൊരു ബന്ധം ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരു ആന്തരിക ശബ്ദം ഇനി കൂടുതൽ വ്യക്തമായി കേൾക്കും. ആ ശബ്ദം ഗുരുവിന്റെ ആശീർവാദമാണ്. ആ ശബ്ദം അവഗണിക്കരുത്. ഗുരുവിന്റെ ദൃഷ്ടി ഒരു ചില ബന്ധങ്ങളെ ഉറപ്പിക്കും. ഒരു ഒഴുകിപ്പോകേണ്ടിയിരുന്ന ബന്ധം ഉറച്ചുനിൽക്കും. ഒരു തകർന്ന ബന്ധം ഒരു അത്ഭുത പോലെ ചേർന്ന് ഉറക്കും. ഇത് ഗുരുവിന്റെ ഒരു ദൈവദൗത്യമാണ്. ഇത് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ഈ ഊർജം ഉപയോഗിക്കൂ. ഈ ഊർജം ഉള്ളിൽ നിറഞ്ഞ് ജ്ഞാനം, ക്ഷമ, കരുണ ഇവ ഒഴുകട്ടെ. ആ ഒഴുക്ക് ബന്ധങ്ങളെ സ്ഫടിക ജലം പോലെ ശുദ്ധമാക്കും. ഇനി ശനി, ന്യായത്തിന്റെ ദേവൻ. ശനിദേവൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും മറക്കില്ല. ഏതൊരു കർമ്മം ചെയ്തിരിക്കുന്നോ ആ കർമ്മം ഒരിക്കൽ ഫലം ചെയ്യും. ഇത് ഒരു ഭയം ഉണ്ടാക്കാൻ പറയുന്നതല്ല, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശനി ഇപ്പോൾ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു കണ്ണാടി ആകുകയാണ്. ആ കണ്ണാടിയിൽ ബന്ധങ്ങൾ ഒക്കെ തെളിഞ്ഞു കാണും. ഏതൊരു ബന്ധം ശരിക്കും ആഴമുള്ളതാണ്, ഏതൊരു ബന്ധം ഒരു മുഖമൂടിയാണ് എന്ന് ശനി കാണിക്കും. ശനിദേവൻ ഇപ്പോൾ ഒരു കർമ്മ കണക്ക് തീർക്കുകയാണ്. ബന്ധങ്ങളിൽ ഇതുവരെ ചെയ്ത ശരികൾ ഇനി ഫലം ചെയ്യും. ഇതുവരെ ചെയ്ത തെറ്റുകൾ ഒരു പഠനം ആകും. ആ പഠനം വേദനാജനകമാകാം. ആ വേദന കടന്നു പോകേണ്ടതാണ്. ആ കടന്നുപോകൽ ഒരു ദൈവഹിതമാണ്. ശനിദേവൻ ഒരിക്കലും ആരെയും ശിക്ഷിക്കാൻ ഇറങ്ങുന്നില്ല. ശനി ഒരു ഗുരു ആണ്, ഒരു കഠിനഗുരു. ആ ഗുരു ഒരു ജ്ഞാനം തരുന്നു. ആ ജ്ഞാനം വേദനയുടെ ഉള്ളിൽ നിന്ന് ഉദിക്കുന്നു. ബന്ധങ്ങളിൽ ഒരു ദൂരം അനുഭവപ്പെടുന്നുണ്ടോ? ഒരു ബന്ധം ഒടുങ്ങും എന്ന് ഭയമുണ്ടോ? ഒരു ആളോടുള്ള അകൽച്ച കൂടുകയാണോ? ഇതൊക്കെ ശനിദേവൻ ഒരുക്കുന്ന ഒരു പരിശോധനയാണ്. ഈ പരിശോധനയിൽ ഉറച്ചുനിൽക്കൂ. ഈ നിമിഷങ്ങളിൽ ക്ഷമ കൈവിടരുത്. ക്ഷമ കൈവിടുന്ന ഒരു ബന്ധം ഒടുങ്ങും. ക്ഷമ കൈക്കൊള്ളുന്ന ഒരു ബന്ധം ഒരു ഉരുക്ക് ബന്ധം ആകും. ഇനി രാഹു, ഛായാഗ്രഹം. രാഹു ഒരു മൂടൽ ആണ്, ഒരു ആഭിചാരമാണ്, ഒരു ആഴ്ന്ന ഒഴുക്കാണ്. രാഹു ഇപ്പോൾ ബന്ധങ്ങളുടെ ഭൂമിയിൽ ഇറങ്ങുകയാണ്. ഏതൊരു ആളിൽ നിങ്ങൾ ആകൃഷ്ടരാകുന്നുവോ ആ ആകർഷണം ഒരിക്കൽ ഒരു ഞെട്ടൽ ആകും. ഏതൊരു ബന്ധം ഒരു ആഴ്ന്ന ഭ്രമം ആണ് എന്ന് തോന്നുന്നുവോ ആ ഭ്രമം ഒരു ദിവസം ഒടിഞ്ഞു വീഴും. ഇത് ഒരു ദൈവിക ഓർമ്മപ്പെടുത്തലാണ്. ആ ഭ്രമം ഉള്ളതിൽ ഒക്കെ ആഴ്ന്ന് ഇറങ്ങരുത്. കേതു, ആ ഗ്രഹം ഒരു ത്യാഗമാണ്, ഒരു ആഴ്ന്ന ഒഴിവ് ആണ്. കേതു ഇപ്പോൾ ഒരു ബന്ധം ഒഴിഞ്ഞു പോകണം എന്ന ഒരു ദൈവഹിതമുണ്ടെങ്കിൽ ആ ബന്ധം ഒഴിഞ്ഞു പോകും. ഒരു ആൾ ജീവിതത്തിൽ നിന്ന് ദൂരെ ആകും. ഒരു ബന്ധം ഒരു ദൂരം സൃഷ്ടിക്കും. ഇത് ഒരു നഷ്ടമാണ് എന്ന് തോന്നും. എന്നാൽ ഇത് ഒരു ദൈവ ഉദ്ദേശ്യമാണ്. ആ ഉദ്ദേശ്യം ഇപ്പോൾ മനസ്സിലാകില്ല. കാലം ഒരു ദിവസം ആ ഉദ്ദേശ്യം വ്യക്തമാക്കും. ആ ദിവസം വരെ വിശ്വാസം കൈവിടരുത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. ഈ ദിവസങ്ങളിൽ ഒരു കർമ്മഭൂമി ഉണ്ടാകുകയാണ്. ഈ ജന്മം മാത്രമല്ല, കഴിഞ്ഞ ജന്മങ്ങളിൽ ഉണ്ടാക്കിയ ബന്ധകർമ്മങ്ങൾ ഇന്ന് ഒരു ഫലം ചൂടിക്കൊണ്ടുവരുന്നു. ഒരു ആൾ ജീവിതത്തിൽ വരുന്നു. ആ ആൾ ഒരു കർമ്മബന്ധം ഉള്ള ആൾ ആണ്. ഒരു ആൾ ജീവിതത്തിൽ നിന്ന് പോകുന്നു. ആ ആൾ ഒരു കർമ്മജനം തീർത്ത ആൾ ആണ്. ഈ ഒഴുക്ക് ഒരു ദൈവ ഒഴുക്ക് ആണ്. ഈ ഒഴുക്കിൽ ഭയക്കേണ്ട. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഈ ഗ്രഹ ഊർജം ഒരു ജീവൻ ഉള്ള ഊർജമാണ്. ഇത് ഒരു ഗണിതം അല്ല, ഇത് ഒരു ദൈവഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഇന്ന് നിങ്ങളുടെ ബന്ധജീവിതത്തിൽ ഒരു അധ്യായം എഴുതുകയാണ്. ആ അധ്യായം ഒരു കഥ ആകണ്ട. ആ അധ്യായം ഒരു ദൈവഗാഥ ആകട്ടെ. ആ ഗാഥ ഉണ്ടാകണം എങ്കിൽ ഇനി ഒരു ദൈവ ഇടപെടൽ ആവശ്യമാണ്. ഇനി ഈ ഗ്രഹ ഊർജം ജീവിതത്തിൽ ഏൽക്കാൻ, ഈ ദൈവ ഊർജം ബന്ധങ്ങളിൽ ഇറക്കാൻ ഒരു ഉൾക്കൊള്ളൽ ആവശ്യമാണ്. ആ ഉൾക്കൊള്ളൽ ഒരു ആത്മശുദ്ധീകരണം ദ്വാരം ആകണം. ഇനി ആ ആത്മശുദ്ധീകരണ മാർഗങ്ങൾ കേൾക്കൂ. ആദ്യമായി, ഒരു ബന്ധം ഉള്ളിൽ കനക്കുന്നുണ്ടെങ്കിൽ ആ ഭാരം ദൈവത്തിന് സമർപ്പിക്കൂ. ഒരു ദേവാലയത്തിൽ ചെന്ന് ആ ദേവസന്നിധിയിൽ ഇരുന്ന് ഉള്ളിൽ ഉള്ള വേദന ഒക്കെ ദൈവത്തോട് പറയൂ. വാക്കുകൾ ഇല്ലെങ്കിൽ കങ്ങൾ കൊണ്ട് പറയൂ. ഒരു ബന്ധം ദൈവം ഉദ്ദേശിച്ചതാണ് എങ്കിൽ ദൈവം അത് ഉറപ്പിക്കും. ഒരു ബന്ധം ദൈവം ഉദ്ദേശിക്കാത്തതാണ് എങ്കിൽ ദൈവം അത് ഒഴിവാക്കും. ഈ രണ്ട് ദൈവ ഇടപെടലും ഒരു അനുഗ്രഹമാണ്. ഇനി ഒരു ചെറിയ ആചാരം. ഒരു ദിവസം ഒരു ദീപം കത്തിക്കൂ. ആ ദീപം കത്തിക്കുമ്പോൾ ഉള്ളിൽ ഒരു ഉദ്ദേശ്യം ഉണ്ടാകട്ടെ. ആ ഉദ്ദേശ്യം ബന്ധങ്ങൾ ഉറക്കണം. ആ ബന്ധങ്ങൾ ദൈവഹിതം ആകണം. ആ ബന്ധങ്ങളിൽ ഒരു ശുദ്ധ സ്നേഹം ഒഴുകണം എന്നതായിരിക്കട്ടെ. ആ ദീപനാളം ഒരു ദൈവ ആഹ്വാനമാണ്. ആ ദൈവം ഉത്തരം നൽകും. ഒരു ക്ഷേത്രം, ഏത് ക്ഷേത്രം ആയാലും ശ്രദ്ധ കൊടുത്ത് ദർശനം നടത്തൂ. ആ ദർശനം ഒരു ഔഷധമാണ്, ഒരു ആത്മ ഒഴുക്കാണ്, ഒരു ദൈവ ഊർജ ഇറക്കമാണ്. ആ ഊർജം ഇറങ്ങുമ്പോൾ ബന്ധങ്ങളിൽ ഒരു ദൈവബുദ്ധി ഉണ്ടാകും. ആ ബുദ്ധി ഒരു ദൈവദൃഷ്ടിയാണ്. ഇനി ഒരു ക്ഷമ. ഇത് ഏറ്റവും ശക്തിയേറിയ ഒരു ആത്മ ഉപചാരമാണ്. ജീവിതത്തിൽ ഒരിക്കൽ ഒരു ബന്ധം, ഒരു ആൾ, ഒരു ഓർമ്മ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ആ ഓർമ്മ ഇപ്പോഴും ഉള്ളിൽ ഒരു ഭാരം ആകുകയാണ്. ആ ഭാരം ഇറക്കി വെക്കൂ. ആ ആളോട്, ആ ബന്ധത്തോട്, ആ ഓർമ്മയോട് ഒരു ക്ഷമ ഉള്ളിൽ ഉച്ചരിക്കൂ. ഞാൻ ക്ഷമിക്കുന്നു എന്ന ആ 3 വാക്ക്. ആ 3 വാക്ക് ഒരു കർമ്മഭൂമി ശുദ്ധിയാക്കും. ആ ഭൂമിയിൽ ഒരു പുതിയ ബന്ധജീവിതം ഉദിക്കും. ഒരു ജലം.
ഒരു ദൈവ ഓർമ്മ ഉള്ള ഒരു ജലം. ഒരു നദി, ഒരു ജലാശയം, ഒരു കിണർ. ആ ജലത്തോട് ഒരു ആഴ്ന്ന ഭക്തിയോടെ ഒരു നിമിഷം നിൽക്കൂ. ആ ജലം ഒരു ദൈവസ്പന്ദനം ഉള്ള ഒന്നാണ്. ആ ജലം ഒരു ദൈവ ഊർജമാണ്. ആ ഊർജം ഉള്ളിൽ ഇറക്കൂ. ആ ഊർജം ബന്ധങ്ങളെ ഒരു ഒഴുക്ക് ആക്കും. ഒരു ഒഴുക്ക് ഒരിക്കലും ഉറങ്ങില്ല. ഒഴുകൂ. ബന്ധങ്ങളിൽ ഒഴുകൂ. ഇനി ഒരു ആത്മ ഉൾക്കൊള്ളൽ. ബന്ധങ്ങളിൽ ഒരു ഉള്ളൂരം ഉണ്ടാകും. ആ ഉള്ളൂരം ഒരു ഭ്രമമാണ്. ആ ഭ്രമം ഒഴിവാക്കൂ. ഒരു ബന്ധം ഒരു ദൈവ ഉദ്ദേശ്യമാണ് എന്നുള്ളിൽ ഉറപ്പിക്കൂ. ആ ഉദ്ദേശ്യം ഉള്ള ബന്ധം ഉറക്കൂ. ആ ഉദ്ദേശ്യം ഇല്ലാത്ത ബന്ധം ഒഴിഞ്ഞു പോകട്ടെ. ഒഴിഞ്ഞു പോകുന്ന ബന്ധം ഒഴിക്കാൻ ഒരു ദൈവശക്തിയാണ് ഒഴുക്കുന്നത്. ആ ദൈവശക്തിക്ക് നന്ദി പറയൂ. ഇനി ഒരു ഉൾക്കൊള്ളൽ ആവശ്യമുള്ള ഒരു ദൈവ സന്ദേശമുണ്ട്. ഒരു ബന്ധം ദൈവഹിതമാണ് എങ്കിൽ ആ ബന്ധം ഒടുങ്ങില്ല. ഒരു ബന്ധം ദൈവഹിതം അല്ല എങ്കിൽ ആ ബന്ധം ഒടുങ്ങും. ഈ ഒരു ഉൾക്കൊള്ളൽ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ബന്ധം ഒടുങ്ങുമ്പോൾ ദുഃഖം ഇല്ല. ഒരു ബന്ധം ഉദിക്കുമ്പോൾ ഭ്രമം ഇല്ല. ഒരു ദൈവശാന്തി ഉള്ളിൽ ഉണ്ടാകും. ആ ദൈവശാന്തി ഒരു ഔഷധമാണ്. ആ ഔഷധം ഇന്ന് നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഉപചാരങ്ങൾ, ഈ ദൈവ ആചാരങ്ങൾ, ഈ ആത്മ ഒഴുക്കുകൾ, ഇവ ഒക്കെ ഒരു ദൈവഭൂമി ഒരുക്കുകയാണ്. ആ ഭൂമിയിൽ ഗ്രഹ ഊർജം ഇറങ്ങും. ആ ഇറക്കം ഒരു ദൈവ അനുഗ്രഹം ആകും. ആ അനുഗ്രഹം ബന്ധങ്ങളിൽ ഒരു പുതിയ ദൈവഗ്രന്ഥം ആകും. ആ ഗ്രന്ഥം ഉടൻ എഴുതാൻ ആരംഭിക്കും. ഗ്രഹങ്ങളുടെ ഊർജം ഇപ്പോൾ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ എത്ര ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഊഹിച്ചിട്ടുണ്ടാകില്ല. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു. ആ നിൽപ്പ് ചെറുതല്ല. അത് നിങ്ങളുടെ ബന്ധങ്ങളെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ഭാവിയെ ഒരേ സമയം സ്പർശിക്കുന്ന ഒരു അത്ഭുതകരമായ ഗ്രഹസ്ഥിതിയാണ്. ഗുരു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുരു തന്നെ ആകുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാൻ വിട്ടുപോയ പാഠങ്ങൾ ഇനി ഗ്രഹങ്ങൾ തന്നെ നേരിട്ട് പഠിപ്പിക്കും. ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ കുടുംബബന്ധങ്ങളിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കും പതിക്കുന്നുണ്ട്. ഈ ദൃഷ്ടി ഒരു ആശീർവാദം മാത്രമല്ല, ഒരു പരീക്ഷണം കൂടിയാണ്. ഗുരു ചോദിക്കുകയാണ്, നിങ്ങളുടെ ബന്ധങ്ങൾ ശരിക്കും ആത്മാർത്ഥമാണോ? നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളോട് നിങ്ങൾ ശരിക്കും നീതി കാണിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ ദൃശ്യമാകും. ഗുരുവിന്റെ ഊർജം ഒരു വശത്ത് നിൽക്കുമ്പോൾ ശനി ഭഗവാൻ മറുവശത്ത് ശക്തമായ ഒരു സന്ദേശവുമായി നിൽക്കുകയാണ്. ശനി ഒരിക്കലും വെറുതെ ബുദ്ധിമുട്ടുകൾ തരുന്ന ഗ്രഹമല്ല. ശനി ഒരു കർമ്മഫല ദൈവമാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ, നിങ്ങൾ ഇതുവരെ കൊണ്ടുനടന്ന ഭാരങ്ങൾ, നിങ്ങൾ ഇതുവരെ ഒഴിവാക്കി വന്ന ഉത്തരവാദിത്തങ്ങൾ, ഇവയെല്ലാം ഇപ്പോൾ ശനി ഒരു തുലാസിൽ വച്ച് തൂക്കി നോക്കുകയാണ്. ആ തൂക്കം ഏത് വശത്തേക്ക് ചെരിയുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുക. ശനിയുടെ ഈ ഊർജം തുലാം രാശിക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവത്തിൽ ആണ് അനുഭവപ്പെടുക. ചിലർക്ക് ഇത് ബന്ധങ്ങളിൽ ഉള്ള തടസ്സങ്ങളായി വരും. ചിലർക്ക് ഇത് തൊഴിൽ ജീവിതത്തിൽ ഉള്ള ചലനങ്ങളായി വരും. ചിലർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ജാഗ്രത ആവശ്യമാകും. എന്നാൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ശനി നൽകുന്ന ഓരോ ബുദ്ധിമുട്ടിനും ഒരു ആഴമുള്ള അർത്ഥം ഉണ്ട്. ആ അർത്ഥം മനസ്സിലാക്കിയാൽ ആ ബുദ്ധിമുട്ട് ഒരു അനുഗ്രഹമായി മാറും. ഇനി രാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, രാഹു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉലച്ചിൽ ഉണ്ടാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. രാഹുവിന്റെ സ്വഭാവം അതാണ്. അദൃശ്യമായ ദിശകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുക. ആ ഭൂകമ്പം നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളെ ആടിയുലയ്ക്കും. ചിലപ്പോൾ ഒരു ബന്ധം, ചിലപ്പോൾ ഒരു വിശ്വാസം, ചിലപ്പോൾ ഒരു തീരുമാനം. ഇവ ഒക്കെ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ കേതു നൽകുന്ന ഊർജം ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. കേതു ഒരു ആത്മീയ ഗ്രഹമാണ്. അകത്തേക്ക് നോക്കാൻ, ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ, ഈ ജന്മത്തിൽ ഉള്ള ആഴമായ ഉദ്ദേശ്യം തിരിച്ചറിയാൻ കേതു നിങ്ങളെ നിർബന്ധിക്കും. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ആ ആത്മീയ ശക്തി വളരെ ഉച്ചത്തിൽ ഒഴുകുകയാണ്. ഈ ഘട്ടത്തിൽ ധ്യാനവും പ്രാർത്ഥനയും ഉള്ളിലെ ശബ്ദം ശ്രദ്ധിക്കുന്ന ശീലവും ഒരു ദൈവദത്തമായ ഉപകരണമായി മാറും. ഈ ഗ്രഹ ഊർജങ്ങൾ ഒരേ സമയം ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന കർമ്മമാറ്റം ചെറുതല്ല. ഇത് ഒരു ജീവിതഘട്ടത്തിന്റെ അവസാനവും ഒരു പുതിയ ജീവിതഘട്ടത്തിന്റെ ആരംഭവുമാണ്. ഈ സന്ധി നിമിഷത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ കൈക്കൊള്ളുന്ന വഴികൾ, നിങ്ങൾ ഉപേക്ഷിക്കുന്ന ബന്ധങ്ങൾ, നിങ്ങൾ ആഴത്തിൽ ഹൃദയത്തോട് ചേർക്കുന്ന മനുഷ്യർ, ഇവ ഒക്കെ ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൃഢമായ അടിത്തറ ആകും. ഇനി ഈ ഗ്രഹ ഊർജങ്ങൾ അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ചില ആത്മീയ കർമ്മ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ പരിഹാരങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു പ്രതിരോധ കവചമാണ്. ഇത് ഒരു ഭ്രമമല്ല, ഒരു മതപ്രചാരണം അല്ല. ഇത് ആഴത്തിൽ വേരൂന്നിയ ആത്മീയ ശാസ്ത്രമാണ്. ആദ്യമായി ഓരോ വെള്ളിയാഴ്ചയും സൂര്യോദയത്തിനു മുൻപ് ഒരു ശുദ്ധമായ ദീപം കൊളുത്തുക. ആ ദീപത്തിനു മുൻപ് നിൽക്കുക. ശബ്ദമില്ലാതെ ഉള്ളിൽ നിന്ന് ആ ഒളി ദൈവമാണ് എന്ന ബോധത്തോടെ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ആരോഗ്യവും ഐക്യവും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിക്ക് ഈ ദിവസം അർപ്പിച്ചിരിക്കുന്ന ആരാധനകൾ തുലാം രാശിക്കാർക്ക് വിശേഷ ഫലം നൽകും.
ദേവിയുടെ ചരണങ്ങളിൽ ഒരു ചെറിയ പൂ സമർപ്പിക്കൂ. ആ സമർപ്പണം ഒരു ഔദ്യോഗിക ചടങ്ങ് ആകരുത്. ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ഒരു കൃതജ്ഞതയുടെ ആവിഷ്കാരം ആകണം. ശനിയുടെ ദോഷം ശമിക്കാൻ ശനിയാഴ്ച ദിവസം എളിയ മനസ്സോടെ ഒരു ക്ഷേത്രം ദർശിക്കുക. ശനി ദേവന്റെ സ്തോത്രങ്ങൾ മനസ്സിൽ ഉരുവിടുക. ഒരു എള്ള് ദീപം കൊളുത്തുക. ഇത് ശനി ഭഗവാനോടുള്ള ഒരു ഉടമ്പടിയാണ്. ഞാൻ ഇനി ഉത്തരവാദിത്തത്തോടെ ജീവിക്കും. ഞാൻ ഇനി ന്യായത്തോടെ ഇടപെടും. ഞാൻ ഇനി ക്ഷമയോടെ കാത്തിരിക്കും. ഈ ഉടമ്പടി ഒരു അദ്ഭുതമാണ്. ഈ ഉടമ്പടി ശനിയുടെ ഭാരം ഭൂമിയിൽ നിന്ന് ഉയർന്ന ഒരു ആത്മീയ തലത്തിലേക്ക് മാറ്റും. ബന്ധങ്ങളിലെ ക്ഷതങ്ങൾ ഉണക്കാൻ ഒരു ലളിതമായ ആചാരം ചെയ്യൂ. ഓരോ ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് ആ ദിവസം നിങ്ങൾ ആരോടെങ്കിലും അകൽച്ച അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിനെ മനസ്സിൽ കൊണ്ടുവരൂ. ദേഷ്യം, വേദന, ഉടൽ ഇവ ഒക്കെ മാറ്റിവച്ചിട്ട് ഉള്ളിൽ നിന്ന് ആ ആൾക്ക് നന്മ ആശംസിക്കൂ. ഇത് ആ ആൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഉള്ളിൽ ഒതുക്കിവച്ചിരിക്കുന്ന ഓരോ ദേഷ്യവും, ഓരോ വേദനയും, ഓരോ ആരോപണവും ഒരു ഭാരമാണ്. ആ ഭാരം ഒഴിഞ്ഞുപോകുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ശ്വസിക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ ജലം ഒരു ആത്മീയ ഔഷധമാണ്. ഓരോ ദിവസവും രാവിലെ ഒരു ചെറിയ ഗ്ലാസ് ജലം ദൈവത്തോട് ഒരു ഹൃദയ പ്രാർത്ഥനയോടെ, ഒരു മന്ത്രമോ ഒരു നന്ദിയുടെ വാക്കോ ഉള്ളിൽ പറഞ്ഞ ശേഷം കുടിക്കൂ. ഈ ജലം ആ ദിവസം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ ആ ഊർജം ഒരു ശുദ്ധീകരണ ഊർജം ആകും. ഇത് ആഴമുള്ള ആത്മീയ ശാസ്ത്രമാണ്. രാഹുവിന്റെ ദോഷം ശമിക്കാൻ ഒരു കാര്യം ചെയ്യൂ. ഈ ദിവസങ്ങളിൽ ആരെയെങ്കിലും ആരോപിക്കാൻ, ആരെയെങ്കിലും കുറ്റം പറയാൻ, ആരെയെങ്കിലും ചോദ്യം ചെയ്യാൻ മനസ്സ് ആഗ്രഹിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തുക. ഒരു ആഴമായ ശ്വാസം എടുക്കൂ. ആ ആഗ്രഹം ഉള്ളിൽ നോക്കൂ. ആ ആഗ്രഹത്തിന്റെ ഉറവിടം എന്താണ്? ആ ഉറവിടം ഭയമാണോ? വേദനയാണോ? അരക്ഷിതത്വമാണോ? ആ ഉറവിടം തിരിച്ചറിഞ്ഞ് അതിനോട് ആത്മീയമായി ഇടപഴകൂ. ഇത് ഒരു ആഴത്തിൽ ഉള്ള ഉൾനോക്കലാണ്. ഇത് ആത്മശുദ്ധീകരണമാണ്. ഇത് ചെയ്യുന്ന ഓരോ ദിവസവും രാഹുവിന്റെ ദോഷം ഒരു പടി ഒഴിഞ്ഞു പോകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ഉപദേശം. ഈ ഘട്ടത്തിൽ ഏകാന്തത ഒരു ശത്രുവല്ല, ഏകാന്തത ഒരു ഗുരുവാണ്. ദിവസം ഒരു ചെറിയ സമയം ആരുമില്ലാതെ, ശബ്ദങ്ങളില്ലാതെ, ഫോൺ ഇല്ലാതെ ഒരു ഉള്ളിലേക്കുള്ള യാത്ര ചെയ്യൂ. ആ ഏകാന്തതയിൽ ദൈവം നേരിട്ട് സംസാരിക്കും. ആ ഘട്ടത്തിൽ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം ശ്രദ്ധിക്കൂ. ആ ശബ്ദം ഒരു ദൈവദൂതനാണ്. ആ ദൂതൻ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ വേണ്ട ഉത്തരം നൽകും. ഇനി ഈ ഘട്ടത്തിലെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തിക, ജീവിതഗതി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഒരു ഉണർവിന്റെ ഘട്ടമാണ്. ഇതുവരെ ഉറക്കമായിരുന്ന ചില കഴിവുകൾ ഇനി ഉണർന്നു വരാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ കാണാതെ പോയ ചില അവസരങ്ങൾ ഇനി ദൃശ്യമാകാൻ ഒരുങ്ങുകയാണ്. ഇത് ശ്രദ്ധിക്കൂ. ഗ്രഹങ്ങൾ ഒരിക്കലും ഒരു അവസരം അടഞ്ഞ ഒരു ഗൃഹത്തിൽ ഇടുന്നില്ല. ആ ഗൃഹം തുറക്കണം. ആ തുറക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ തൊഴിൽ കാര്യങ്ങളിൽ ഒരു അപ്രതീക്ഷിത മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ മാറ്റം ഒരു ഓഫർ ആകാം, ഒരു ആശയം ആകാം, ഒരു ആൾ ആകാം. ആ ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ ബന്ധം തുടങ്ങാൻ ഇടയാക്കിയേക്കാം. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കൂ. ഏത് അവസരം കൈനീട്ടി വന്നാലും ആദ്യം ഉള്ളിൽ ചോദിക്കൂ, ഇത് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന ദിശയിൽ ആണോ? ഉള്ളിലെ ആ ഉത്തരം ആകണം നിങ്ങളുടെ ഗൈഡ്. ബിസിനസ് ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ഗ്രാഫാണ്. ഒരിക്കൽ ഉയരും, ഒരിക്കൽ ഇറങ്ങും. ഈ ഏറ്റക്കുറച്ചിൽ ഒരു ഗ്രഹഘർഷണത്തിന്റെ ഫലമാണ്. ഗുരുവും ശനിയും ഒരേ സമയം ബിസിനസ് ഗ്രഹങ്ങളെ സ്പർശിക്കുമ്പോൾ ഇത് സ്വാഭാവികമാണ്. ഈ ഗ്രാഫ് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഭയപ്പെടരുത്. ആ ഇറക്കം ഒരു ശ്വാസമാണ്, ഒരു ശ്വാസോച്ഛ്വാസമാണ്. ശ്വസനം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ. ആ ഇറക്കം ഉണ്ടെങ്കിലേ ഉയർച്ചയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാകൂ. പൊതുവെ ഈ ഘട്ടത്തിൽ ആദ്യ 14 ദിവസങ്ങൾ ഒരു ഒരുക്കത്തിന്റെ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കൂ. ഉള്ളിൽ ഊർജം ഒരുക്കൂ. ആ ഒരുക്കം ആദ്യ 21 ദിവസം കഴിഞ്ഞ് ഒരു ആഗ്നേയ ഊർജം ആകും. ആ ഊർജം ഒഴുകാൻ ദൈവം തന്നെ ഒരു വഴി തുറന്നു തരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ജാഗ്രത ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. ഇടനിലക്കാർ മുഖേന ഇടപഴകുന്ന ഏത് ഇടപാടും ഒന്നുകൂടി ചിന്തിച്ചതിനു ശേഷം ചെയ്യൂ. ആ ചിന്ത ഒരു ബലഹീനതയല്ല. ആ ചിന്ത ഒരു ദൈവദത്തമായ ജ്ഞാനമാണ്. ഈ ഘട്ടത്തിൽ ഒഴുകുന്ന ഒരു ഗ്രഹ ഊർജമുണ്ട്. അത് ചൊൽക്കൊള്ളുന്ന ആൾ ലക്ഷ്മി ദേവിയുടെ കൃപ ഏറ്റുവാങ്ങും. ആ ഊർജം ഒഴുകിയെത്തുക ആ ആൾ ഉള്ളിൽ ആത്മസംതൃപ്തിയോടെ, ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ ദൈവ ഇഷ്ടത്തിനൊത്ത് ആണ് നടക്കേണ്ടത് എന്ന ഒരു ആഴമായ ബോധ്യത്തിൽ ജീവിക്കുന്ന ആളിലേക്കാണ്. ഇനി ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും ആഴമേറിയ ഒരു ഭൂമിക. ബന്ധങ്ങൾ. തുലാം രാശിക്കാർക്ക് ബന്ധങ്ങൾ ഒരു ജൈവ ആവശ്യമാണ്, ഒരു ആത്മ ആവശ്യമാണ്. ബന്ധങ്ങൾ ഇല്ലാതെ ഒരു തുലാം രാശിക്കാരൻ ഒരു ചോദ്യചിഹ്നമാണ്. ആ ആഴത്തിൽ ഉള്ള ബന്ധ ആഗ്രഹം ഇപ്പോൾ ഒരു വലിയ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ദാമ്പത്യ ജീവിതം ഈ ഘട്ടത്തിൽ ഒരു ആഴമേറിയ ചിന്ത ആവശ്യപ്പെടും. ഒരുപക്ഷേ ഇണ തമ്മിൽ ഒരു ദൂരം അനുഭവപ്പെടാം. ആ ദൂരം ഒരു ഭൂതകാലത്തിൽ ഉണ്ടായ ഒരു ക്ഷതത്തിന്റെ ഫലം ആകാം. ആ ക്ഷതം ഉണക്കാൻ ഈ ഘട്ടം ദൈവം തരുന്ന ഒരു ഒഴുകലാണ്. ഈ ഒഴുകൽ ഒരു ഉരക്കലാണ്. ആ ഉരക്കൽ ഒന്ന് സഹിച്ചാൽ
ഇരുവരും ഒരു പുതിയ ഐക്യത്തിൽ ഒരുമിക്കും. ആ ഐക്യം ആദ്യ ഐക്യത്തേക്കാൾ ആഴമുള്ളതും ഉറക്കമുള്ളതും ആത്മീയമായി ശക്തമുള്ളതും ആകും. ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കരുത്. ഓരോ ബുദ്ധിമുട്ടും ഓരോ ഘർഷണവും ഒരു ദൈവ ഒരുക്കമാണ്. ആ ഒരുക്കത്തിൽ ക്ഷമ ഒരു ദൈവദത്ത ആയുധമാണ്. ആ ആയുധം ഉപയോഗിക്കൂ. ഇണയോട് ഒരു ഉള്ളിലെ ദൃഷ്ടിയോടെ നോക്കൂ. ആ ആൾ ഈ ജന്മത്തിൽ ഒരു കർമ്മബന്ധനം ഉള്ള ആൾ ആണ്. ആ ബന്ധനം ഒരു ബോൺ അല്ല, ഒരു ദൈവവരദാനമാണ്. പ്രണയ ജീവിതത്തിൽ ഈ ഘട്ടം ഒരു ദ്വന്ദ്വമാണ്. ഒരു വശത്ത് ആഴമേറിയ ആകർഷണം, മറുവശത്ത് ഒരു അനിശ്ചിതത്വം. ആ അനിശ്ചിതത്വം ഒരു ദൈവ ഒരുക്കമാണ്. ഈ ഘട്ടത്തിൽ ഒരു ബന്ധം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കൂ. ഗ്രഹങ്ങൾ ആ ബന്ധത്തെ ഒരു ആഴത്തിൽ ഉള്ള പ്രതിബദ്ധതയ്ക്ക് പ്രാപ്തമാക്കാൻ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുകയാണ്. ആ ശ്രദ്ധ ഒരു ഉത്തരവാദിത്ത ബോധമാണ്. ആ ബോധമുണ്ടെങ്കിൽ ഈ ബന്ധം ഒരു ദൈവ അനുഗ്രഹം ആകും. കുടുംബ ബന്ധങ്ങളിൽ ഈ ഘട്ടം ഒരു ചൂടേറിയ ഘട്ടമാണ്. അഭിപ്രായ ഭേദങ്ങൾ, ചില തീരുമാനങ്ങളിൽ ഉള്ള ഘർഷണം, ഭൂതകാലത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചില കാർമേഘങ്ങൾ, ഇവ ഒക്കെ ഈ ഘട്ടത്തിൽ ഒരു ഒഴുക്ക് ആകും. ഈ ഒഴുക്ക് ഒരു ഭ്രാന്ത് അല്ല. ഈ ഒഴുക്ക് ഒരു ശുദ്ധീകരണമാണ്. കുടുംബത്തിൽ ഉള്ള ആരോടെങ്കിലും ഒരു ഉള്ളിൽ ഉള്ള വേദന ഉണ്ടെങ്കിൽ ഈ ഘട്ടം ആ വേദന ഉള്ളിൽ ഒതുക്കാതെ ശാന്തമായ ഒരു ഹൃദയ സംഭാഷണം ഒരുക്കൂ. ആ സംഭാഷണം ഒരു ഉപചാരമാണ്. ആ ഉപചാരം ഒരു കൊടുക്കലാണ്. ആ കൊടുക്കൽ ദൈവം ഒരിക്കലും മറക്കില്ല. ആരോഗ്യകാര്യങ്ങളിൽ ഈ കാലഘട്ടം തുലാം രാശിക്കാർക്ക് വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. ഗ്രഹങ്ങളുടെ ചലനം ശരീരത്തിന്റെ ഊർജ്ജ നിലയെ നേരിട്ട് ബാധിക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്ഷീണം, ഉറക്കമില്ലായ്മ, മനസ്സിലെ അസ്വസ്ഥത എന്നിവ ചിലർക്ക് അനുഭവപ്പെടാം. ഇത് ശരീരം നൽകുന്ന ഒരു സൂചനയാണ്. വിശ്രമം ആവശ്യമാണ് എന്ന ദൈവിക സന്ദേശം. ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഈ കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. അമിതഭക്ഷണം ഒഴിവാക്കണം. ശനിയുടെ ദൃഷ്ടി ചിലർക്ക് കാൽ, ഗോഡ്നെ ഭാഗങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഇത് ഗൗരവമായ ഒന്നല്ല, എന്നാൽ അവഗണിക്കരുത്. മനസ്സിന്റെ ആരോഗ്യം ഇക്കാലത്ത് ഏറ്റവും പ്രധാനമാണ്. ബന്ധങ്ങളിലെ സംഘർഷം, ജോലിയിലെ സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം ചേർന്ന് മനസ്സിനെ ഭാരപ്പെടുത്തും. ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഭാരം വഹിക്കേണ്ടതില്ല. ആരോടെങ്കിലും ഹൃദയം തുറക്കൂ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ആ പ്രാർത്ഥനയിൽ ഒരു ശക്തിയുണ്ട്. ആ നിമിഷം ഒരു ഉൾക്കരുത്ത് നൽകും. രാഹുവിന്റെ സ്വാധീനം ചില തുലാം രാശിക്കാർക്ക് ഉത്കണ്ഠ, ഭയം, അനിശ്ചിതത്വ ചിന്തകൾ ഉണ്ടാക്കാം. ഇത് ഒരു കർമ്മ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ഭൂതകാലത്തിലെ ഉത്കണ്ഠകൾ ഇറക്കിവയ്ക്കാനുള്ള അവസരമായി ഇതിനെ കാണും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ ഘട്ടം മിശ്രഫലം നൽകുന്നതാണ്. പഠിക്കുന്ന തുലാം രാശിക്കാർക്ക് ഏകാഗ്രതക്കുറവ് ഒരു വെല്ലുവിളിയാകും. ഗ്രഹസ്ഥാനങ്ങൾ ചില ദിവസങ്ങളിൽ മനസ്സ് പലതിക്കിൽ ചിതറിക്കും. ഇക്കാലത്ത് ക്രമമായ പഠന ദിനചര്യ ആചരിക്കുക. പ്രഭാതത്തിൽ ഒരു ചെറിയ പ്രാർത്ഥനയും ഒരു ഗ്ലാസ് ജലം അർഘ്യമായി നൽകിയ ശേഷം പഠനം ആരംഭിക്കുക. ആ ദിവസം ഏകാഗ്രതയോടെ കടക്കും. ഉയർന്ന ബിരുദ പഠനം, ഗവേഷണം, മത്സരപരീക്ഷ ഇവ ലക്ഷ്യമിടുന്നവർക്ക് ഗുരുഭഗവാന്റെ ദൃഷ്ടി ഗുണം ചെയ്യും. ശ്രദ്ധ ചെലുത്തി പ്രയത്നിക്കുന്നവർക്ക് ഉദ്ദേശിച്ചിടത്ത് എത്തിച്ചേരാനാകും. ദൈവം അതിനു കൂടെയുണ്ടാകും. യാത്ര, വിദേശ അവസരങ്ങൾ എന്ന വിഷയത്തിൽ ഈ കാലഘട്ടം തുലാം രാശിക്കാർക്ക് ഒരു ആകർഷണീയ ദ്വാരം തുറക്കുകയാണ്. ദൂരദേശത്തു നിന്ന് ആരെങ്കിലും ബന്ധപ്പെടാം. ഒരു നല്ല ഓഫർ വരാം. ഒരു ഉദ്യോഗസ്ഥലം മാറ്റമുണ്ടാകാം. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഗ്രഹ ഊർജം ആ ദിശയിൽ ചലിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. ചിലർക്ക് ദേശാന്തര യാത്ര ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. ആ യാത്ര ഒരു പുതിയ ജീവിത അധ്യായത്തിന്റെ ആരംഭം ആകും. ദൂരെ ഒരിടത്ത് നിങ്ങളുടെ ഭാഗ്യം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രഹ ഊർജം അതിലേക്ക് നിങ്ങളെ കൊണ്ടുചെല്ലും. എന്നാൽ ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ചും ഈ ഘട്ടത്തിൽ ബോധവാനായിരിക്കണം. ചിലർ നിങ്ങളോട് ചങ്ങാത്തം നടിക്കും, പക്ഷേ ഉള്ളിൽ ഉദ്ദേശശുദ്ധിയില്ലായ്മ ഉണ്ടാകും. ആ വ്യക്തികൾ ഏതൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് ദൃഷ്ടി നൽകി കാണിക്കും. സ്വത്ത്, പണം, നിക്ഷേപം ഇവ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ആർക്കും അന്ധമായ വിശ്വാസം വച്ചു കൊടുക്കരുത്. ഈ ഒരു ജാഗ്രത മതി ഒരു വലിയ നഷ്ടം ഒഴിവാക്കാൻ. പൊടുന്നനവേ ഉണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ചും ഈ ഘട്ടം ഒരു പ്രത്യേക സൂചന നൽകുന്നുണ്ട്. ഒരു കൊച്ചു നിക്ഷേപം, ഒരു ചെറിയ ഭൂമി ഇടപാട്, ഒരു ലോട്ടറി, ഇവ ഒക്കെ ചിലർക്ക് ഗുണം ചെയ്യാൻ ഈ ഗ്രഹ ഊർജം കൂടെ നിൽക്കും. അനുകൂലമായ ഒരു ഭൂമി ഇടപാടോ ഒരു ജ്യേഷ്ഠ ബന്ധുവിൻ്റേതോ മറ്റോ ആയ ഒരു ആകസ്മിക ലാഭമോ ഒക്കെ ഈ ഘട്ടത്തിൽ ചിലർക്ക് ഉണ്ടാകാം. ദൈവം ഇരുകൈ നിറഞ്ഞു കൊടുക്കുന്ന ഒരു നിമിഷം ഇത് ആനുള്ള ഒരുക്കം ഉണ്ടായിരിക്കണം. ഇനി ഈ ജന്മത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ കർമ്മ തിരിവിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ ഒരു കോസ്മിക് നിമിഷം, ഇത് ഒരു തലമുറ ഒരു തവണ മാത്രം കാണുന്ന ഒരു ജ്യോതിഷ ഘടന ആണ്. ഗ്രഹഗോചരങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഒത്തുചേർന്ന് തുലാം രാശിക്കാരുടെ ജീവിതം ആഴത്തിൽ തൊടുന്ന ഒരു ഊർജ്ജക്ഷേത്രം ഉണ്ടാക്കുകയാണ്. ഗുരു, ശനി, രാഹു ഇവ മൂന്നും ഒരേ സമയം ഒരു ഖണ്ഡ ലഗ്നബലത്തിൽ ഒത്തുചേരുന്ന ഈ ഘട്ടം ഒരു കർമ്മ ആഴ ശുദ്ധീകരണം നടക്കുകയാണ് എന്നതിന്റെ ലക്ഷണമാണ്. ജന്മജന്മാന്തരങ്ങൾ ആയി നിങ്ങൾ ചുമന്ന കർമ്മഭാരം ഇളകി വരികയാണ്.
ഇത് ഒരു ശിക്ഷ അല്ല. ഇത് ദൈവം നൽകുന്ന ഒരു വലിയ കരുണയാണ്. ഒരു ദൃഢകർമ്മ ഫലം ദ്രവിക്കുകയാണ്. ഒരു ആത്മബന്ധനം അഴിഞ്ഞു വീഴുകയാണ്. ഇത് നിങ്ങൾ ഒരിക്കൽ ചെയ്ത ഒരു ഉദ്ദേശശുദ്ധിയുള്ള ത്യാഗത്തിന്റെ ഫലം ഇപ്പോൾ ഊർജ്ജം ആക്കി തിരികെ തരുകയാണ്. ഇക്കാലത്ത് നിങ്ങൾ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നോ, ഏതൊരു ദൈവധ്യാനം നടത്തുന്നോ, ഏതൊരു ക്ഷമ കാണിക്കുന്നോ, ആ ഓരോ നിമിഷവും ഇരട്ടി ഫലം ദൈവലോകത്ത് രേഖപ്പെടുന്നുണ്ട്. ഈ ഒരു കോസ്മിക് ഊർജ്ജ മുഹൂർത്തത്തിൽ നിങ്ങൾ ആത്മ ഉണർവ് അനുഭവിക്കും. ഒരു ദിവസം പ്രഭാതത്തിൽ ഉണർന്നു നോക്കുമ്പോൾ ഒരു അജ്ഞാതമായ ശാന്തി നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നത് അറിയും. ഒരു ദൈവിക കൈ നിങ്ങളുടെ തലയ്ക്കുമേൽ വച്ചിരിക്കുന്നത് പോലെ. ആ നിമിഷം ഓർക്കുക, ആ ഉൾക്കരുത്തിൽ ജീവിക്കുക. അതാണ് ഈ ഒരു ജന്മത്തിലെ ഏറ്റവും വലിയ ദൈവ അനുഗ്രഹം. ഭൂതകാലത്തിലെ ഓരോ ദുഃഖവും, ഓരോ തോൽവിയും, ഓരോ ഏകാന്തതയും ഒക്കെ ഒരു അർത്ഥത്തോടെ ആ ദൈവ ഉദ്ദേശ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ആ അർത്ഥം നിങ്ങൾ കാണാൻ തുടങ്ങും. ഈ ഒരു ദേശകാലഗ്രഹഘടൻ ദശകങ്ങൾ ആയി ഇത് ഉണ്ടായിട്ടില്ല. ഇനി ഇത്ര ഊർജ്ജ ഒത്തൊരുമ ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷേ ഒരു തലമുറ കൂടി കടന്നുപോകേണ്ടിവരും. ഇതൊരു ഭാഗ്യ ദൈവ നിമിഷമാണ്. ഈ ഒരു ജീവിതകാലം, ഈ ഒരു നിമിഷം ഉൾക്കൊള്ളാൻ നിങ്ങൾ ഭൂമിയിൽ ഉള്ളത് ദൈവ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ ആദരിക്കൂ, ആ ഇഷ്ടത്തിൽ ജീവിക്കൂ. ഈ ഒരു ഊർജ്ജ ഘട്ടം ചിലരുടെ ജീവിതത്തിൽ ആകസ്മിക ആത്മ ഉണർവ് ഉണ്ടാക്കും. ഒരു ബന്ധം, ഒരു സ്വപ്നം, ഒരു ഉൾവിളി, ഇത് ഒക്കെ ഒരു ദൈവ സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കൂ. ആ ദിശയിൽ ഒരു ചെറിയ ചുവട് വച്ചോളൂ. ദൈവം ഒരു ദൂരം കൂടി ഒപ്പം നടക്കും. തുലാം രാശിക്കാരെ, ഈ ഒരു ഘട്ടം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ജീവിതത്തിലെ ഒരു വലിയ തിരിവ് ആയിരുന്നു എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. ഇപ്പോൾ അതൊരു ഭാരം ആയി തോന്നാം, ഒരു ആശ്ചര്യം ആയി തോന്നാം, ഒരു ഉൾക്കിടിലം ആയി തോന്നാം. എന്നാൽ ദൈവം ഒരിക്കലും ഒരു ആ ആൾക്ക് താങ്ങാനാകാത്ത ഭാരം ഒരിക്കലും കൊടുക്കില്ല. ദൈവം നൽകുന്ന ഓരോ ഭ്രമണം, ഓരോ ഗ്രഹഗോചരം ഒക്കെ ഒരു ഉദ്ദേശ്യത്തോടെ ആണ്. ആ ഉദ്ദേശ്യം നന്മ ആണ്, ഉയർച്ച ആണ്, ആത്മപരിണാമമാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കൂ. ഭൂതകാലം ഒരു ഭാരമല്ല, ഒരു ഗുരുവാണ്. ഭൂതകാലം നൽകിയ ഓരോ വേദനയും ഒരു ജ്ഞാനമാണ്. ആ ജ്ഞാനം ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് നടക്കൂ. ആ ഒരു ഉൾക്കരുത്ത് ഈ ഗ്രഹഘട്ടം നിങ്ങൾക്ക് നൽകുകയാണ്. ഇനി ഓരോ ദിനവും ഒരു ദൈവദാനമാണ്. ആ ദാനം ഏറ്റുവാങ്ങൂ. ആ ദൈവകൃപയിൽ ജീവിക്കൂ. ദൈവകൃപ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ ഒരു ഊർജ്ജഘട്ടം നിങ്ങൾക്ക് ഒരു ജീവൻ ദീപ്തമായ മാർഗദർശനം ആകട്ടെ. ഇത് ഒരു ഭ്രമണകാലമാണ്. ഒരു ജീർണ ഭൂതം ഒഴിഞ്ഞു പോകുന്ന കാലമാണ്. ഒരു ദൈവനിർമ്മിത ഭവ്യഭാവിയുടെ ഉദ്ഘാടനമാണ്. ആ ഭാവി നിങ്ങൾ ഉൾക്കൊള്ളൂ. ആ ഭാവിക്ക് ഒരുങ്ങൂ. ആ ഭാവിയിൽ ഉൾഹർഷത്തോടെ ജീവിക്കൂ. ഈ കർമ്മഭൂമിയിൽ ജനിച്ച ഒരു ആത്മാവ് ആയി ദൈവ ഇഷ്ടത്തോടൊപ്പം ഒഴുകൂ. ഒരിക്കലും ഒടുങ്ങില്ല ആ ദൈവകാരുണ്യം.